Hello my dear students. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻസേഴ്സിൻ്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. The classification of transducers and the characteristics of transducers. First, classification of transducers. We can divide the transducers into according to five criteria. എന്തൊക്കെയാണെന്ന് നോക്കാം. By transduction used. എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതായത് അതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ള വെച്ച്. അതേപോലെ രണ്ടാമത്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. അതേപോലെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷനുള്ള ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ള രീതിയിലും തിരിച്ചിട്ടുണ്ട്. ദിസ് ആർ ദ 5 കാറ്റഗറീസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും. ഓക്കെ. The input quantity is a non-electrical quantity. The output electrical signal is the form of the current, voltage or frequency. അപ്പോൾ നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റീനെ നമ്മളൊരു ട്രാൻസ്ഡ്യൂസേഴ്സിലേക്ക് ഇടുന്നു. നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നല്ലേ കറണ്ട് ആവാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, വോൾട്ടേജ് ഓർ ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് വോൾട്ടേജ്. അപ്പോൾ ഇലക്ട്രിക്കലായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എനിവേ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കാറ്റഗറീസിലേക്ക് പോവാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ചാണ്. ഓക്കെ. ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ബൈ ദ ട്രാൻസാക്ഷൻ മീഡിയം. മെയിനായിട്ട് ട്രാൻസാക്ഷൻ മീഡിയം റെസിസ്റ്റീവ് ഓർ ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ്സ്, അല്ലെങ്കിൽ ഇത് മൂന്നും ഈ ഒരു കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇത് ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ കൺവേർഷൻ പ്രോസസ്, ദ ഹൗ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ. ഈ മൂന്ന് പ്രോപ്പർട്ടീസും കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസാണ്. ഈ മൂന്ന് പോയിൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പിൾ ഓഫ് ഏത് രീതിയിലാണ് ഇതിനെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണോ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സിനെയും ഡിവൈഡ് ചെയ്യാം. അതിന് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഞാനിതിൻ്റെ എക്സാമ്പിൾ പറയുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ ഇനി ഓരോ മൊഡ്യൂളിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് മീൻസ് ഒരു ട്രാൻസ്ഡ്യൂസറിൽ മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ഡിവൈസും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിൽ മെക്കാനിക്കൽ പാർട്ട് ഡിവൈസസ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ചേഞ്ച് ദ ഫിസിക്കൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി ടു മെക്കാനിക്കൽ സിഗ്നലാക്കി മാറ്റും. ഓക്കെ. അതായത് ഫിസിക്കലായിട്ടുള്ള ഇൻപുട്ടിനെ നമ്മൾ ക്വാണ്ടിറ്റീസിനെ മെക്കാനിക്കൽ സിഗ്നലാക്കി മാറ്റും. അതാണ് മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിനെ നമ്മൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്ട് ദ മെക്കാനിക്കൽ. ഈ മെക്കാനിക്കൽ സിഗ്നലിനെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ആ ഇലക്ട്രിക്കൽ സിഗ്നലാക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ മീൻസ് ദ മെക്കാനിക്കൽ സിഗ്നൽ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ബൈ ദ മെക്കാനിക്കൽ ഡിവൈസ് and accessed by the electrical device, that is converted into electrical signal. Therefore it is secondary transducer എന്ന് പറയും. അപ്പോൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡിവൈസാണ്. നമ്മളിനി തേർഡിലേക്ക് പോകുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. പാസീവ് ആക്റ്റീവും വളരെ സിമ്പിളാണ്. അതായത് ദ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് റിക്വയർ പവർ ഫ്രം എക്സ്റ്റേണൽ പവർ സപ്ലൈ. പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസറിലേക്ക് പവർ കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ദ കപ്പാസിറ്റീവ്, റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ എൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഡ്യൂസർ വിച്ച് ഡസ് നോട്ട് റിക്വയർ ദ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഈസ് നോൺ ആസ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. മെയിനായിട്ട് സച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഡെവലപ്പ് ദെയർ ഓൺ വോൾട്ടേജ് ഓർ കറൻറ്റ്. അതിൻ്റെതായ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ആൻഡ് ഓൾസോ കോൾഡ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫിസിക്കൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി. ഓക്കെ. അതാണ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. നാലാമത്തതാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ അനലോഗ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനലോഗ് ഫംഗ്ഷൻ അറിയാം. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുക. സ്ട്രെയിൻ ഗേജ്, DBST, തെർമോകപ്പിൾ, തെർമിസ്റ്റർ, ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ് നെക്സ്റ്റ്. ദിസ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ആൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻടു ഡിജിറ്റൽ സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നലിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ദിസ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ഓൺ ഹൈ ഓർ ലോ പവർ. ഏത് ഹൈ പവർ അല്ലെങ്കിൽ ലോ പവറിൽ വർക്ക് ചെയ്യുന്ന അർത്ഥം. ദ ഫിഫ്ത്ത് വൺ ഈസ് ദ ഇൻവേഴ്സ് ഓർ ട്രാൻസ്ഡ്യൂസർ ഓർ ട്രാൻസ്ഡ്യൂസർ ഇൻസെൽഫ്. അതായത് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതിനെ നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ നമുക്കറിയാം ദ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അതിന് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അതിന് ഇൻവേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇൻടു, ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നു, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്നാണ് പറയുക. സച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ നോൺ ആസ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദീസ് ആർ ദ 5 categories of transducers. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കും ഇനി. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. 2 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the characteristics of a transducer is a set of performance criteria that are established through static celebration. അതായത് describe the quality of measurement by essentially maintaining the measure as at the constant value of varying very slowly. അതായത് നമ്മളത് വർക്ക് ചെയ്യാത്ത സമയത്തുള്ള മെയിൻ ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ആയിട്ടുള്ളത് സെൻസിറ്റിവിറ്റിയാണ്. പിന്നെ ഉള്ളത് ലീനിയാരിറ്റി, റെസൊല്യൂഷൻ, പ്രിസിഷൻ, സ്പാൻ ആൻഡ് റേഞ്ച്, ത്രെഷോൾഡ്, ഡ്രിഫ്റ്റ്, സ്റ്റെബിലിറ്റി, റെസ്പോൺസീവ്നെസ് ആൻഡ് റിപ്പീറ്റബിലിറ്റി, ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇത്രയും കാര്യങ്ങളാണ്. ഈ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഓരോന്നും വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ characteristics of transducer related to the performance when it measured quantity in a function of time. It varies rapidly with respect to time. ഓക്കെ, നമ്മൾ പെർഫോമൻസ് ഉള്ള സമയത്ത് ചെയ്യുന്നതാണ് അത് പറയുന്നത്. ഈ 5 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഡൈനാമിക് എറർ, അതേപോലെ തന്നെ ഫെഡലിറ്റി ആൻഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നിൻ്റെയും ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ലെക്ചറിലുള്ളത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുക, നോട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.